الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടും നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നതും പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നതും ഈ രണ്ട് അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ്. സ്വർഗം കിട്ടാൻ വേണ്ടിയും നരകത്തിലെങ്ങാനും പോയി അകപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ്. സ്വർഗനരകങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സ്വർഗത്തേക്കാൾ മഹത്തരമായ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുമ്പോൾ സ്വർഗത്തേക്കാൾ മഹത്തരമായ ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നു. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവി ഒഴുകുന്ന സ്വർഗങ്ങൾ. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. വമസാകിന ത്വയ്യിബ, വളരെ നല്ല ഭവനങ്ങൾ, താമസ സൗകര്യങ്ങൾ. ഫീ ജന്നാത്തി അദിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. വലിറുവാനും മിനല്ലാഹി അക്ബർ, ഇത് പറഞ്ഞിട്ട് സ്വർഗത്തെയും സ്വർഗീയ ഭവനങ്ങളെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയണം വരിറുവാനും മിനല്ലാഹി അക്ബർ, അതിനേക്കാളെല്ലാം വലുത്, അതിനേക്കാളെല്ലാം മഹത്തരമായത് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കലാണ്. ദില അല്ലെങ്കിൽ ദിലുവാൻ. വരിറുവാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ കബീർ. നമ്മുടെ സ്വത്തുകളൊന്ന് വൃത്തിയാക്കണം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായമുള്ളവർക്കും രോഗികൾക്കും ബാധകമല്ല. അല്ലാത്തവർ ചാരിയിരിക്കാൻ പാടില്ല. പ്രായമുള്ളവർക്കും രോഗികൾക്കും ഞാൻ പറയുന്നത് ബാധകമല്ല. അല്ലാത്തൊരു സ്വപ്പിലേക്ക് ഇരിക്കണം. നമ്മൾ ഈ ഒരു യു ആണ് ആദ്യം പൂർത്തിയാകുന്ന സ്വപ്പ്. ഇവിടെ ഉള്ളിലൊക്കെ ഒഴിവാണ്. ഇതിന്റെ ചുമരുമ അങ്ങനെ ഒരു സ്വപ്പ് പള്ളിയിലില്ല. ചാരിയിരിക്കാനേ പറ്റൂ എന്നുള്ളവർ കസേര ഉപയോഗിക്കുക. അവർ കസേരയെ ഉപയോഗിക്കാവൂ. അതിങ്ങോട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞാണ് പള്ളിയിലിരിക്കുക. അല്ലാത്തൊരു ഇരുത്ത പള്ളികളിലില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ കസേര ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏറ്റവും പിന്നിലെ സ്വപ്പിൽ ചുമരിൽ ചാരിയിരിക്കുക. അല്ലാത്ത ഈ സൈഡ് ചുമരിൽ ഇരിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അതിങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കരുത്. കസേര ഉപയോഗിക്കാം. നമുക്ക് എത്രയാണോ ഇനി ആവശ്യം കസേരകൾ ഉണ്ടെങ്കിൽ കസേര വാങ്ങാം, അത് ഉപയോഗിക്കാം. മുകളില് ഇതേപോലെ തന്നെ മുകളില് ആളുകൾ വരുന്നു, എന്നിട്ട് അവിടെ മൊബൈൽ ഉപയോഗിക്കുന്നു, സംസാരിക്കുന്നു. നമ്മളിവിടുന്ന് കാണുന്നില്ല, പക്ഷെ അവിടെ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നു
ജുമക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രയാസകരമായ രീതിയിൽ എന്തിനാ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി ജുമക്ക് വരുന്നത്? ആ ഒരു മണിക്കൂർ 12:40 45 ബാങ്ക് കൊടുത്തിട്ട് 1:15 വരെ അല്ലെങ്കിൽ 1:30 വരെയുള്ള ഒരു മണിക്കൂർ 1.25 മണിക്കൂർ സമയം നമുക്കിതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ അത്രക്ക് തിരക്ക് പിടിച്ച ആൾക്കാർ വരണ്ടാന്ന് വിചാരിക്കേണ്ടി വരും. അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ മൊബൈൽ ഉപയോഗിച്ചേ പറ്റൂന്ന് നിർബന്ധമുള്ള ആളുകൾ വരാതിരിക്കുന്നതാകും ഭംഗി. അതാണ്, വരാതിരിക്കുന്നതാണ് മറ്റുള്ളവരുടെ ജുമക്ക് നിസ്കാരത്തിനൊക്കെ നല്ലതാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി. അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ട് സ്വർഗത്തേക്കാൾ മഹത്തരമായ ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി എന്ന് പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖുൽ അഉനബ്ബികും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങളെ ദുനിയാവിൽ ആശ്ചര്യപ്പെടുത്തുന്ന, നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലുണ്ട്. ഖുൽ ഔനബ്ബികും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങളൊക്കെ അതിനേക്കാൾ, മേത്തരം ഒട്ടകങ്ങളെക്കാൾ, സ്ത്രീകളെക്കാൾ, ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, മനുഷ്യന് കൗതുകം ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൂ ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ. സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഇണകളുണ്ട്, വറിദ്വാനും മിനല്ലാഹ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ് വറിദ്വാനും മിനല്ലാഹ്. ഖുർആനിൽ 3-ാം അധ്യായം 15-ാമത്തെ ആയത്ത്, സൂറത്ത് ആല ഇംറാനിൽ 15-ാമത്തെ ആയത്ത്. വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും മഹത്തരമായത് എന്ന് പഠിപ്പിക്കാം. റിദ്വാനും മിനല്ലാഹ് അയ് യഹില്ലു അലൈഹിം റിദ്വാനുഹു, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു തൃപ്തി ആളുകൾക്ക് ഇറങ്ങും. ഫലാ യസ്ഖതു അലൈഹിം ബഅദഹു അബദാ, അല്ലാഹുവിന്റെ ആ റിള അവർക്ക് ഇറങ്ങിയാൽ. എന്താണ് റിദ്വാനും മിനല്ലാഹ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. എന്താ റിദ്വാനും മിനല്ലാഹ്? അല്ലാഹുവിന്റെ തൃപ്തി ഇറങ്ങുക, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുക എന്ന് പറഞ്ഞാലൊക്കെ എന്താ? അങ്ങനെ ഒരു തൃപ്തി അല്ലാഹുവിന്റെ കിട്ടിയാൽ ഫലാ യസ്ഖതു അലൈഹിം ബഅദഹു അബദാ, പിന്നീട് ഒരിക്കലും അല്ലാഹു അവരുടെ മേൽ, ആ വ്യക്തിയുടെ മേൽ അല്ലാഹു പിന്നീട് ഒരിക്കലും കോപിക്കുകയില്ല, ദേഷ്യപ്പെടുകയില്ല എന്നാണ്. അതാണ് അല്ലാഹുവിന്റെ തൃപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്വാദിഖീൻ, സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ഒരു ദിവസം. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും അല്ലാഹു അവരെ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അലീം. സ്വർഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് മാത്രം പരിമിതപ്പെടുത്താതെ അതിന്റെ അപ്പുറത്ത് അള്ളാഹിന്റെ തൃപ്തിയെക്കുറിച്ച്, അള്ളാഹുവിന്റെ റിള നമുക്ക് ലഭിക്കാനുണ്ട്, അള്ളാഹുവിന്റെ ഒരു തൃപ്തി മനുഷ്യർക്ക് കിട്ടാനുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളൊക്കെ ചെയ്യുന്നത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെത്തിയ ആളുകളോട് അള്ളാഹു പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ, യഖൂലൂന ലബ്ബൈക റബ്ബനാ വസഅദൈക, അല്ലാഹുവേ നാഥ, ഞങ്ങൾ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നവർ പറയും. ഫയഖൂലു, അള്ളാഹു അവരോട് ചോദിക്കും, സ്വർഗവാസികളോട്, സ്വർഗത്തിലെത്തിയ ആളുകളോട് അള്ളാഹു ചോദിക്കും, ഹൽ റളീതും, സ്വർഗത്തിന്റെ കാര്യത്തിൽ ഹൽ റളീതും, നിങ്ങൾ തൃപ്തരാണോ? സ്വർഗത്തിലെത്തി സ്വർഗീയമായ അനുഭവങ്ങളൊക്കെ കിട്ടി, സ്വർഗഭവനങ്ങളിൽ താമസിച്ച് സ്വർഗീയ ഇണകളുമായി സ്വർഗത്തിലെ എല്ലാ ആസ്വാദനങ്ങളും ആഡംബരങ്ങളുമായി ജീവിക്കുന്ന ആളുകളോട് അല്ലാഹു ചോദിക്കും, ഹൽ റളീതും, നിങ്ങൾ തൃപ്തരാണോ? സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നിങ്ങൾ തൃപ്തരാണോ? ഫയഖൂലൂന, അപ്പൊ സ്വർഗക്കാർ ചോദിക്കും, സ്വർഗവാസികൾ ചോദിക്കും, വമാ ലനാ ലാ നർളാ, തൃപ്തിപ്പെടാതിരിക്കാൻ എന്താണ് ഞങ്ങളുടെ അടുത്ത് കാരണമുള്ളത്? എന്തിന് ഞങ്ങൾക്ക് തൃപ്തിപ്പെടാതിരിക്കണം? വഖദ് അഅ്തൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ആർക്കും നൽകാത്തത് നീ ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു, പിന്നെ ഞങ്ങൾ എന്തിന് തൃപ്തിപ്പെടാതിരിക്കണം? ഫയഖൂലു, അല്ലാഹു അപ്പ ആളുകളോട്, സ്വർഗവാസികളോട്, ഞങ്ങൾ വളരെ സംതൃപ്തരാണ് എന്ന് സന്തോഷം രേഖപ്പെടുത്തുന്ന ആളുകളോട് അല്ലാഹു പറയും, അന ഉതീകും, ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അഫ്ളല മിൻ ദാലിക്, ഇപ്പൊ നിങ്ങൾ സ്വർഗത്തിൽ എന്താണോ അനുഭവിക്കുന്നത് അതിനേക്കാൾ മഹത്തരമായ
മഹത്തരമായത് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഖാലു യാ റബ്ബി വ അയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്. അല്ലാഹുവേ റബ്ബേ, ഇനി ഇതിനേക്കാൾ അഫ്ളലായത് എന്ന് പറയാൻ എന്താ ഉള്ളത്? സ്വർഗത്തിൽ ഇതൊക്കെ അനുഭവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്ന് പറയാൻ വേറെന്താണുള്ളത്? ഫയഖൂലു, അല്ലാഹു പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി, നിങ്ങൾക്കിതാ എന്റെ റിള, എന്റെ തൃപ്തി ഇതാ നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്നു എന്ന് സ്വർഗവാസികളോട് അല്ലാഹു പറയും. സ്വർഗത്തെക്കുറിച്ചല്ല അല്ലാഹു റിള എന്ന് പറയുന്നത്, സ്വർഗീയ ഭക്ഷണങ്ങളെ കുറിച്ചല്ല അല്ലാഹു റിള എന്ന് പറയുന്നത്, നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു സ്വർഗം പ്രതിഫലം നൽകുന്നതിനെ കുറിച്ചല്ല അള്ളാന്റെ തൃപ്തി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അത് വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. അത് വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന വേറെ തന്നെ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു വിശ്വാസികൾക്ക് മാത്രമായി നൽകുന്ന വേറെ തന്നെ ഒരു ആസ്വാദനമാണ് റിള എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇറങ്ങിയാൽ ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും എന്റെ കോപം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു അടിമകളോട്, സ്വർഗത്തിലുള്ള ആളുകളോട് പറയുമെന്നാണ്. ഇത് മനസ്സിലാക്കിയവർ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്നാഗ്രഹിച്ചവർ, സ്വർഗം കിട്ടണം, നരകമോചനം ലഭിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം അള്ളാന്റെ തൃപ്തി കിട്ടണം എന്നാഗ്രഹിക്കുക, അള്ളാന്റെ റിള കിട്ടണം എന്നാഗ്രഹിക്കുക. അങ്ങനെയുള്ള ആളുകൾ വമിനന്നാസി മയ്യശ്രീ നഫ്സഹു, സ്വന്തം നഫ്സിനെ കച്ചവടം ചെയ്യുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വമിനന്നാസി മയ്യശ്രീ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിൽക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഇബ്തിയാമർലാത്തില്ല, അവരാഗ്രഹിക്കുന്നത് സ്വർഗം കിട്ടണമെന്ന് മാത്രമല്ല അള്ളാന്റെ തൃപ്തി കൂടി കിട്ടണം, അള്ളാന്റെ റിള കിട്ടണം എന്നാഗ്രഹിച്ച് സ്വന്തത്തെ കച്ചവടം ചെയ്യുന്നവർ. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ തങ്ങളെ തന്നെ കച്ചവടം, അള്ളാഹു അവിടെ പ്രയോഗിച്ച പദം അവര് സ്വന്തം ശരീരങ്ങളെ കച്ചവടം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ 111-ാമത്തെ ആയത്തിൽ കാണാം, മനുഷ്യരുടെ കൂട്ടത്തിൽ സ്വന്തം ശരീരത്തെയും സമ്പത്തിനെയൊക്കെ അള്ളാഹുവുമായി കച്ചവടം നടത്തുന്നവരുണ്ട് എന്നൊരു പ്രയോഗം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഇഷ്തറാ മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്ന് അള്ളാഹു വിലക്ക് വാങ്ങുന്നു. ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീന, അള്ളാഹു വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങുന്നു. എന്താ വിലക്ക് വാങ്ങുന്നത്? അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ. നമ്മുടെ ശരീരത്തെ പടച്ചോന് നമ്മൾ വിൽക്കുന്നു. വ അംവാലഹും, അവരുടെ സമ്പത്തിനെയും, നമ്മുടെ പണം, നമ്മുടെ സ്വത്ത്, ഇതൊക്കെ പടച്ചോന് വിൽക്കുക. പടച്ചവന് ആയി ഒരു ക്രയവിക്രയം നടക്കുക, കൊടുക്കൽ വാങ്ങൽ നടക്കുക. എന്തിനാണ്? അവർ ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗമുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ആ കച്ചവടത്തിൽ അവർ ഏർപ്പെടുന്നത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും സ്വർഗത്തിനു വേണ്ടിയും അള്ളാഹുമായി ഒരു കച്ചവടത്തിൽ ഏർപ്പെടുന്ന നമ്മളെ തന്നെ അള്ളാഹുവിന് വിൽക്കുക. അത് ഖുർആന്റെ ഒരു പ്രയോഗമാണ്, അള്ളാന്റെ പ്രയോഗമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് കച്ചവടം ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സ്വത്തൊക്കെ എനിക്ക് വിൽക്കണം. എന്തിനാ? നിങ്ങളുടെ സമ്പാദ്യമൊക്കെ നിങ്ങൾ എനിക്ക് വിൽക്കുമ്പോ നിങ്ങൾക്ക് എന്റെ റിള ലഭിക്കുമെന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മള് നമ്മുടെ സമയത്തിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന്, നമ്മുടെ അധ്വാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരല്പം എടുത്തു നീക്കി വെക്കുന്നതിനെ കുറിച്ചല്ല അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്ന് പറയുമ്പോ നിങ്ങളെ തന്നെ അള്ളാഹുവിന് നൽകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ പടച്ചോന് കൊടുക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിന് നൽകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. ഇവിടെ എല്ലാം റബ്ബിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല. സഅദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ അതിന് സമ്മതം കൊടുക്കുന്നുണ്ട്. മുഴുവൻ സമ്പത്തും ചെലവഴിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഴുവൻ സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല. ഒരാൾക്കുള്ള സമ്പാദ്യം മുഴുവൻ അയാൾ എടുത്തിട്ട് ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട്, 1/3 നിർത്തിയിട്ട് എന്റെ സ്വത്തിന്റെ 3 ഭാഗം
ഞാൻ അത് ചെലവഴിക്കട്ടെയോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കട്ടെയോ ഇത് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പാടില്ല എന്നാണ് അതിന് പറയുന്നത്. എന്റെ സ്വത്തിനെ 4 ആക്കിയിട്ട് ഒരു ഭാഗം നിർത്തിയിട്ട് ബാക്കി 3 ഭാഗവും ഞാൻ ദാനധർമ്മം ചെയ്യട്ടെയോ? ഇല്ല എന്നാണ്, പാടില്ല എന്നാണ് പറയുക. ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി ദാനം ചെയ്യട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആളുകളുടെ മാനസികാവസ്ഥയാണ്, സ്വഭാവത്താണ്, അവരുടെ മാനസികാവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്നാണ് ഇതിന് മറുപടി പറയുന്നത്. എനിക്ക് ആകെയുള്ള സ്വത്ത് നമ്മുടെ ഒരു ബാങ്ക് ബാലൻസിന്റെ 50,000 റുപ്യ ബാങ്കിലുണ്ട്, അതിൽ 25,000, ആ രീതിയിലല്ല ചോദിക്കുന്നത്. എന്റെ സമ്പത്തിന്റെ, എന്റെ സ്വത്തിന്റെ, ആകെയുള്ള സ്വത്തിന്റെ പകുതിയും ഞാൻ ദാനം ചെയ്യട്ടെ, അങ്ങനെയാ ചോദിക്കുന്നത്. അതിന് പാടില്ല എന്ന് റസൂൽ പറയാം. അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പിന്നീട് ചോദിക്കും, വസ്സുൽസ്, എന്റെ സമ്പത്തിന്റെ 1/3 ഞാൻ ദാനം ചെയ്യട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്സുൽസ്, 1/3 അസ്സുലുസു കതീർ, 1/3 തന്നെ ദാനത്തിന്റെ കാര്യത്തിൽ ധാരാളമാണ്. എന്നിട്ട് റസൂൽ പറയുന്നത്, അനന്തരാവകാശികളെ ദരിദ്രരായി വിട്ടുപോകാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറയുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ സ്വത്തൊക്കെ പടച്ചോന്റെ തൃപ്തി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എല്ലാം എടുത്ത് ഞാൻ ഇങ്ങനെ വാരി വലിച്ച് ചെലവഴിക്കുക, അത് പാടില്ല ഇസ്ലാമികമായിട്ട്. റസൂൽ പറഞ്ഞത്, ഒരാൾ 1/3 എടുത്ത് ചെലവാക്കുകയാണെങ്കിൽ ഒരാളുടെ സ്വത്തിന്റെ 1/3 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അതുപോലും ധാരാളമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം പറഞ്ഞത്, അനന്തരാവകാശികളെ ദരിദ്രരായി വിട്ടേച്ചു പോകാൻ പാടില്ല. ഞാനിവിടെ പറഞ്ഞൊരു ആശയം എന്താ വെച്ചാൽ, നമ്മുടെ സമ്പത്തിനെയും നമ്മെയും, നമ്മുടെ ശരീരത്തെ, നമ്മുടെ സമയത്തെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ ചിന്തകളെ അള്ളാഹുവുമായുള്ള ഒരു ക്രയവിക്രയം നടത്തുന്നതിനെ കുറിച്ച്, ഒരു ഇടപാട് നടത്തുന്നതിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെ ചെയ്താൽ എന്താണ് കിട്ടുക? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരിളുവാനും മിനല്ലാഹ്, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് പ്ലസ് അതിന്റെ അപ്പുറത്താണ്, അതിനോട് ചേർത്തിയാണ് സ്വർഗം തന്നെയാണ് അള്ളാന്റെ രീത. അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. അതിന്റെ പ്ലസ് ആണ്. സ്വർഗം കിട്ടിയ ആളുകൾക്ക് നിങ്ങൾക്ക് ഇനി എന്ത് വേണം എന്ന് അള്ളാഹു ചോദിക്കുന്നു. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇനി എന്താണ് ആഗ്രഹിക്കാനുള്ളത്, ഞങ്ങൾ എന്തിനാണ് തൃപ്തിപ്പെടാതിരിക്കുന്നത്, ഞങ്ങളെല്ലാം കൊണ്ട് സംതൃപ്തരാണ് എന്ന് പറയുന്നവരുടെ മേലാണ് അള്ളാഹുവിന്റെ നില ഇറങ്ങും എന്ന് പറയുകയും, ഞാൻ നിങ്ങളോട് ഒരിക്കലും കോപിക്കുകയില്ല എന്ന് അള്ളാഹു അവരെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുക. കോടിക്കണക്കിന് സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അതിനാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. കോടിക്കണക്കിന് സ്വത്ത് ആളുകൾ, നമ്മൾ ഇസ്ലാമിക ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുന്നിടത്ത് കോടിക്കണക്കിന് സ്വത്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകൾ വിട്ടുകൊടുത്തത്. അതെന്തിനാണ്? ദിൽവാനും മിനല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തി പ്രതീക്ഷിച്ചിട്ടാണ്. നമ്മളിപ്പോഴും ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് ആലോചിക്കും, അത്രയും നല്ലൊരു സ്വത്ത്, അത്രയും നല്ലൊരു സമ്പാദ്യം, അത്ര നല്ലൊരു വസ്തു, അത്ര നല്ലൊരു ഭൂമി, അത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രം കാണുന്ന ഒന്നാണ്. വിശ്വാസികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി താൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത്, അത് ഭൂസ്വത്തോ മറ്റോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി ക്രയവിക്രയം നടത്തുകയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള അതിന്റെ ക്രയവിക്രയങ്ങളൊക്കെ അവസാനിപ്പിക്കുക, നിർത്തിവെക്കുക. അതാണ് വഖഫ്. എല്ലാ ക്രയവിക്രയങ്ങളും നിർത്തിവെക്കുക. ആ സ്വത്ത് പിന്നെ അനന്തരാവകാശിക്ക് പോകൂല. ആ സ്വത്ത് പിന്നെ മറ്റൊരു ഉടമ അതിന് വരൂല. പിന്നീട് അതിന് വേറൊരു ഉടമ വരൂല. അപ്പൊ നമ്മള് ഇന്ന് താമസിക്കുന്ന വീട് 100 കൊല്ലം കഴിഞ്ഞാൽ അവിടെ ആരാ താമസിക്കുക? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂമി 100 കൊല്ലം കഴിഞ്ഞാൽ അത് ആരുടെ ഭൂമിയാണ്? അതാരാണ് ഉപയോഗിക്കുക? നമ്മളിങ്ങനെ അധ്വാനിച്ച് കിളച്ചു മറിച്ച് പലതും നട്ടുപിടിപ്പിച്ച് സന്തോഷിച്ച് നമ്മളിങ്ങനെ കൊണ്ടു കിടക്കുന്ന നമ്മുടെ നല്ല ആകർഷണീയമായ ഒരു മണ്ണ് ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അത് ആരുടേതാണ്? വഖഫിന്റെ പ്രത്യേകത എന്താണ്? 100 കൊല്ലം കഴിഞ്ഞാലും 500 കൊല്ലം കഴിഞ്ഞാലും 1000 കൊല്ലം കഴിഞ്ഞാലും എന്ത് മാർഗത്തിലാണോ അത് നൽകിയത് ആ മാർഗത്തിലാണത്. അതിനാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് കൈമാറ്റങ്ങളില്ല, ക്രയവിക്രയങ്ങളില്ല, അനന്തരാവകാശങ്ങളില്ല. അതവിടെ നിൽക്കുകയാണ്. ആ സ്വത്ത് തലമുറകളായി ഇങ്ങനെ കൈമാറി വരുന്നതാണ് സ്വത്ത് എന്ന് പറയുന്നത്.
അതൊഴിവായിട്ട് വഖഫ് എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കുകയാണ്. എന്നാണോ വഖഫ് ചെയ്ത് അന്നു മുതൽ ആ സ്വത്ത് അവിടെ നിൽക്കണം. പിന്നെ കൈമാറ്റങ്ങളില്ല. അത് ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് റിദ്വാനും മിനല്ലാഹ്. എന്റെ അനന്തരാവകാശികൾക്കല്ലാതെ, എന്റെ കുട്ടികൾക്കല്ലാതെ, എന്റെ കുടുംബത്തിനല്ലാതെ, എനിക്കല്ലാതെ എന്റെ ഒരു 10 സെന്റ് ഭൂമി എന്നൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് വരിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സ്വർഗത്തിനപ്പുറമുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വിശ്വാസങ്ങളും മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുമ്പോഴാണ് വഖഫിനെ പോലെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. വഖഫ് എന്താണ് എന്നത് വെറുതെ ഒരു നാട്ടിൽ ഇങ്ങനെ കടന്ന് വിവാദമാകേണ്ടുന്ന എന്തെങ്കിലും ഒരു തർക്ക വിഷയമോ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല വഖഫ് എന്ന് പറയുന്നത്. അതിസുന്ദരമായ ഒരു വിശ്വാസത്തിൽ നിന്ന് മാത്രം, അതീവ സുന്ദരമായ ഒരു വിശ്വാസത്തിൽ നിന്ന് മാത്രം ലോകത്ത് ജന്മം കൊണ്ട ഒരു പ്രക്രിയയുടെ പേരാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു വിശ്വാസത്തിൽ നിന്ന് മാത്രമേ, ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുണ്ടാകുന്ന അതിസുന്ദരമായ ഒരു വിശ്വാസത്തിൽ നിന്ന് മാത്രമേ വഖഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും ജന്മം കൊള്ളുകയുള്ളൂ. ഉമർ ഇബ്നു ഖത്താബാണ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യത്തെ വാഖിഫായി ചരിത്രത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഖൈബറിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഭൂമി വഖഫ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നത്. മദീനയിൽ എത്തുമ്പോൾ റസൂലുള്ളാഹി നിർമ്മിച്ച പള്ളിയാണ് വഖഫ് ഭൂമിയായി ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകിയ റൂമാ കിണർ, ബിർ റൂമാ കിണർ എല്ലാവർക്കും, ഒരു മക്കയിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു ജലസ്രോതസ്സായി റൂമാ കിണർ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ആള് പണം വാങ്ങിയിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് കിണറിന്റെ ഉടമസ്ഥൻ പണം വാങ്ങിയിരുന്നു. അപ്പൊ അത് ആ ഉടമയിൽ നിന്ന് അത് വാങ്ങിയിട്ട് അത് പിന്നീട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് ചോദിക്കാൻ. ഇപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഞാനത് ചെയ്യാം എന്ന് പറയാണ്. അയാൾ വലിയ വില പറഞ്ഞു. കാരണം നമ്മൾ ഈ ടോള് വിരിക്കുന്നത് പോലെ ഓരോരുത്തരും കൊണ്ടുവന്ന വെള്ളത്തിന് അന്നന്ന് പണം കിട്ടുന്ന ഒന്നാണ് റൂമാക്കിട. അപ്പൊ അത് മുഴുവനായി ഒരാൾക്ക് കച്ചവടം ചെയ്യണം. അപ്പൊ മുഴുവനായി കച്ചവടം ചെയ്യാൻ തയ്യാറാകാതെ അയാള് നിബന്ധന വെച്ചത് ആഴ്ചയിൽ 3 ദിവസം അയാൾക്ക് കിട്ടണം, 4 ദിവസത്തെ ഉടമസ്ഥത ഉസ്മാന് കൊടുക്കാം. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൂമാക്കിട വാങ്ങുന്നത്. 3 ദിവസത്തെ ഉടമാവകാശം അത് പണം കൊടുത്തു വാങ്ങുന്ന, പണം കൊടുത്ത് അത് വിൽക്കുന്ന ആൾക്ക് അതിന്റെ ഉടമാവകാശം 3 ദിവസം നിൽക്കും. 4 ദിവസം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അങ്ങനെയാണത് കച്ചവടം ചെയ്യുന്നത്. ആ കച്ചവടത്തിന് സംഭവിച്ച് അപ്പൊ ആളുകളൊക്കെ എന്ത് ചെയ്യും, വിശ്വാസി മുസ്ലിങ്ങളായ ആളുകളെ, പ്രത്യേകിച്ച് മക്കത്ത് നിന്ന് വന്ന മുഹാജിറുകളൊക്കെ സൗജന്യമായിട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ സംഭരിക്കും. അവരൊക്കെ എടുത്തിട്ട് പോകും. സ്വാഭാവികമായിട്ടും പിന്നീട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശം കച്ചവടം നടക്കാത്തത് കൊണ്ട് തന്നെ താനെ ഇല്ലാതെയായി പോവുകയും റൂമാ കിണർ ആളുകൾക്ക് പൊതു ഉപയോഗത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യാൻ അത് ഒരു വഖഫാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ തന്റെ സ്വത്തെടുത്ത് ഉപയോഗിച്ചിട്ട് ആളുകൾക്കൊക്കെ അത് നൽകുന്ന ഒരു ചരിത്രം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വഖഫിനെ പോലെയുള്ള അത്ഭുതങ്ങൾ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നല്ലാതെ, അതിസുന്ദരമായ ഈമാനിൽ നിന്നല്ലാതെ വഖഫിനെ പോലുള്ള അത്ഭുതങ്ങൾ മനുഷ്യന്റെ ചരിത്രത്തിൽ സംഭവിക്കുകയില്ല. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും തന്റെ പണമെടുത്ത് ചെലവഴിച്ച് റൂമാ കിണർ വാങ്ങുന്നത് നിങ്ങൾക്ക് സ്വർഗമുണ്ട് പ്ലസ് വരിദ്വാനും മിനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തിയും ലഭിക്കാനുണ്ട് എന്ന സന്തോഷ വാർത്തയിലാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏത് പ്രയാസപ്പെടുന്ന ഒരാളെയും, ഏത് കഷ്ടത അനുഭവിക്കുന്ന ആളെയും പരിഗണിക്കാനും സഹായിക്കാനും പഠിപ്പിച്ചൊരു മതം. ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയെ അറിയാതെ നമ്മൾ പഠിച്ചു വച്ച കഥകളിൽ ദാഹത്താൽ നാവ് നീട്ടി മരുഭൂമിയിൽ നിന്ന് കിതച്ചുകൊണ്ടിരുന്നു. ആ നായക്ക് കിണറ്റിലിറങ്ങി തന്റെ ഷൂവിൽ വെള്ളമെടുത്ത് അത് കടിച്ചു പിടിച്ച് കയറി വന്ന് ആ നായക്ക് വെള്ളം കൊടുത്തു. നമ്മൾ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണത്. ഒരു ചരിത്ര സംഭവ കഥയോ ആണ്. നമുക്ക് ആ കഥാനായകനെ അറിയില്ല, അയാളുടെ പേര് നമുക്ക് അറിയില്ല. ഒരു നന്മ ഇഖ്ലാസോടുകൂടെ ചെയ്താൽ, വളരെ ആത്മാർത്ഥമായിട്ടൊരു നല്ല കാര്യം ചെയ്താൽ
അത് തലമുറകളെ അതിജീവിച്ച് ആ നന്മയും അതിന്റെ പേരും പ്രശസ്തിയും ഒക്കെ നിലനിൽക്കുമെന്നതിനാണ് പണ്ഡിതന്മാർ ഈ സംഭവത്തെ ഉദാഹരിക്കാറുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാവരുടെ കയ്യിലും ഇത് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മൊബൈൽ ഫോണുണ്ട്, ക്യാമറ ഉണ്ട്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അത് പെട്ടെന്ന് അത് നമ്മൾ ഫോട്ടോ എടുക്കും, അത് ഗ്രൂപ്പിലിടും, ഫാമിലി ഗ്രൂപ്പിലിടും, പൊതു ഗ്രൂപ്പിലിടും. അതങ്ങനെ പെട്ടെന്ന് സ്പ്രെഡാവും. നമുക്ക് സ്വകാര്യമായിട്ട് ഒരു നന്മയും ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മരുഭൂമിയിൽ നായക്ക് വെള്ളം കൊടുക്കുന്നത് ആരും കാണാൻ വേണ്ടിയല്ല, ആരും കാണൂല, അതാരും ഫോട്ടോ എടുക്കൂല, അത് എവിടെയും പ്രചരിപ്പിക്കപ്പെടില്ല. അയാൾ ആ നായയെ അവിടെ വിട്ടുപോയാൽ ഒന്നും സംഭവിക്കാനില്ല. ദാഹിച്ച് കതച്ച് അതങ്ങനെ അവസാനിച്ചുള്ളൂ. പക്ഷെ അയാൾക്ക് തോന്നിയ ഒരു കൃപ ഉണ്ടല്ലോ, ഒരു നായയോട് തോന്നിയ കാരുണ്യം. ആ കാരുണ്യം അയാൾ ദാഹം തീർത്ത് പുറത്തേക്ക് കയറി വന്നിട്ട് വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ കാലുറയിൽ വെള്ളം നിറച്ച് അത് കടിച്ചു പിടിച്ച് പൊത്തിപ്പിടിച്ച് കയറി വന്ന് ആ നായക്ക് കുടിക്കാൻ കൊടുക്കുമ്പോ ആരും കാണാൻ വേണ്ടിയല്ല, ഒരു ജന്തുവിനെ, ദാഹിച്ചു വലഞ്ഞൊരു ജീവിയെ സഹായിക്കുക എന്നൊരു ഉദ്ദേശം മാത്രം. അള്ളാഹ് അതിന് പറഞ്ഞത് അയാൾക്ക് സ്വർഗമുണ്ടെന്നാണ്. അയാളുടെ ഒരു ഖിലാസാണ്, അയാളുടെ മനസ്സിന്റെ ഒരു ഉദ്ദേശമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. കഷ്ടപ്പെടുകയാണ്, ദാഹിച്ചു വലഞ്ഞ നായയാണ്, അതിനൊന്ന് സഹായിക്കാൻ. അതിനാണ് സ്വർഗം പ്രതിഫലം കിട്ടുന്നത്. ഒരുപക്ഷെ സ്വർഗം പ്രതിഫലം കിട്ടുക അങ്ങേയറ്റം ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നതിന് പോലും സ്വർഗം കിട്ടും. അങ്ങനെ അതിനുവേണ്ടിയുള്ളതാണ് മനസ്സറിഞ്ഞു ചെയ്യുന്ന നന്മകൾക്ക് പകരമായി തരാനുള്ളതാണ് പടച്ചോന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമായ സ്വർഗം എന്ന പാഠമാണ് ആ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിന്റെ പേരിൽ മറ്റുള്ള ആളുകളെ കൊന്ന്, മറ്റുള്ള ആളുകളുടെ പേര് ചോദിച്ച്, അവരുടെ ജാതി ചോദിച്ച്, മതം ചോദിച്ച് ആളെ കൊല്ലുന്ന നാടകങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും. കാശ്മീർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭൂമിയിലെ സ്വർഗം എന്നാണ് വിശേഷിക്കപ്പെടുക. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കണ്ണുനീര് നനഞ്ഞ് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെയും മതം വല്ലാതെ ചർച്ച ചെയ്തു. പക്ഷെ ഒരു അനുഗ്രഹീതമായ ഒരു കാര്യമുള്ളത്, ആളുകൾക്ക് വസ്തുതകൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നാടകം കളിക്കുകയാണെന്നും പേര് ചോദിക്കുന്നതും ജാതി ചോദിക്കുന്നതും മതം ചോദിക്കുന്നതും, മതം കേട്ടത് ഹിന്ദുവിന്റെ പേരാണെങ്കിൽ, ഹിന്ദു മതത്തിൽപ്പെട്ടവന്റെ പേരാണെങ്കിൽ അയാളെ കൊല്ലുകയും, മുസ്ലിം മതത്തിൽപ്പെട്ട പേരാണെങ്കിൽ അയാളെ വെറുതെ വിടുകയൊക്കെ ചെയ്യുന്നത് ഈ നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾക്ക്, വളരെ ചെറിയൊരു ശതമാനം ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ കരുതി കണ്ട് അതന്നെയാണ് ശരിയെന്നൊക്കെ കരുതുന്ന ആളുകൾ, ഭീകരമായി ചിന്തിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിദ്വേഷമൊക്കെ വെച്ചു പുലർത്തുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മഹാഭൂരിപക്ഷ ആളുകൾക്ക് ഇതൊക്കെ ഒരു വലിയ തിരക്കഥയുടെ ഭാഗമാണ്, ഒരു വലിയ നാടകത്തിന്റെ ഭാഗമാണ്, ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ ആസൂത്രണങ്ങൾ നടക്കുന്നു എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം ആളുകൾക്ക് കഴിയുന്നു എന്ന ഒരു ആശ്വാസത്തിന്റെ വാർത്തകളുടെ മുമ്പിലാണ് നമ്മൾ ഇന്നുള്ളത്. മനുഷ്യരെ കൊന്ന്, മനുഷ്യരുടെ ജീവൻ പന്താടി, മനുഷ്യരെ നശിപ്പിച്ചു കളഞ്ഞ് രക്തം ചിന്തി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആളുകൾ, നമുക്കവരെ പരാജയപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റ് മതക്കാരോട്, മറ്റ് മതവിഭാഗക്കാരോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷം ഉണ്ടാകുമ്പോൾ അവിടെയാണ് ചികിത്സകൾ ഉണ്ടാകേണ്ടത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭീകരവാദവും തീവ്രവാദവും നടക്കുമ്പോൾ അതിനെ കേവലമായ അപലപിക്കൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ മതം വലുതാണ്, നമുക്ക് നമ്മുടെ വിശ്വാസം വലുതാണ്, നമ്മൾ നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും അനുസരിച്ചേ ജീവിക്കൂ, അതിന്റെ അപ്പുറത്ത് മറ്റൊരു വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മതത്തെ എത്ര വേണമെങ്കിലും സ്നേഹിക്കാം. മറ്റൊരു മതത്തെ വെറുക്കുന്നിടത്തു നിന്നാണ്, മറ്റൊരു മതവിശ്വാസിയെ വെറുക്കുന്നിടത്ത് നിന്നാണ് തീർച്ചയായും എല്ലാ തരത്തിലുള്ള ഭീകരതകളും കലാപങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ വിശ്വാസത്തെ സ്നേഹിക്കാനാണ്, നമ്മുടെ വിശ്വാസത്തെ ഇഷ്ടപ്പെടാനാണ്. എന്നാൽ മറ്റുള്ളവർ വെറുക്കാൻ, മറ്റുള്ളവർ വെറുക്കപ്പെടാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടേയില്ല ഒരു തരിമ്പ് പോലും. പിന്നെന്തുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ അങ്ങനെ ഉണ്ടാകുന്നത്? അത് വേറെ തന്നെ പഠനങ്ങൾ നടക്കേണ്ടുന്ന ഒരു ലോകമാണ്. നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു
ഊണിൻ മറ്റു മതക്കാരനായി എന്നൊരു കാരണം കൊണ്ട് മാത്രം വെറുപ്പുണ്ടാകുന്ന, വിദ്വേഷം ഉണ്ടാകുന്ന, അകൽച്ച ഉണ്ടാകുന്ന, അറപ്പുണ്ടാകുന്ന ഒരവസ്ഥ അത് വരുന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കപ്പെടണം എന്നൊരു ബോധമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാർ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാ കണ്ടത്. ചുറ്റുപാടുള്ള മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ പരിഗണിച്ചുകൊണ്ടാണ്, അവരോടൊപ്പം നിന്നുകൊണ്ടാണ്, അവരുമായി ഇടപഴകിക്കൊണ്ടാണ്, അവരിൽ ഒരാളായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നാട്ടിലുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരോടൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ മതത്തെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമുക്ക് വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധ്യമാകേണ്ടത്. വേറിട്ട് ആരോടും ഒരു അടുപ്പല്ലാതെ, ആരോടും ബന്ധമില്ലാതെ, നമ്മൾ നമ്മുടേതായ ഒരു സർക്കിളിൽ മാത്രം, നമ്മൾ മാത്രമുള്ള ആളുകൾ, നമ്മുടെ മാത്രം ആളുകൾ, നമ്മൾ മാത്രം ജീവിക്കുന്ന കോളനികൾ, നമ്മുടെ മാത്രം സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ മാത്രം അടുപ്പങ്ങൾ, നമ്മുടെ മാത്രം പരിചയങ്ങൾ, നമ്മൾ മാത്രം കൂടുന്ന സദ്യകൾ, നമ്മൾ മാത്രം കൂടുന്ന സദസ്സുകൾ, അങ്ങനെ ആയി പോകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ശ്രദ്ധയും നമുക്കുണ്ടാകണം. അള്ളാഹു അവനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ, സതുവൃത്തവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقيما مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.